വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുവാണേ. ഹലോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഗൗതൂട്ടനെ പറഞ്ഞു വിട്ടു കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്നും ഞാൻ എടുത്ത് മാറ്റിയില്ല, മാറ്റണം. അതൊക്കെ ഇനി എടുത്ത് പൊതിഞ്ഞ് കെട്ടിയൊക്കെ ഒരു സ്ഥലത്ത് വയ്ക്കണം. അടുത്ത വർഷം യൂസ് ചെയ്യട്ടെ. പിന്നെന്താണ്, ഗൗതൂട്ടിനെ പറഞ്ഞു വിട്ടു കേട്ടോ. പറഞ്ഞു വിട്ടു എന്നല്ല, സ്കൂളിലേക്ക് ആക്കി ഞാൻ കൊണ്ടുപോയി വിട്ടിട്ടൊക്കെ വരുവാണേ. ലച്ചൂട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവളിപ്പോൾ എഴുന്നേക്കും. പിന്നെ ഞാൻ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും എടുക്കാം. ഞാൻ ഇന്ന് എനിക്കൊന്ന് പെഡിക്യൂർ ചെയ്യണം എന്നുണ്ട്. പാർലറിൽ പോയിട്ടൊന്നുമല്ല, സ്വന്തമായിട്ട് ഒന്ന് കാല് ഈ മഞ്ഞ സമയമൊക്കെ ആകുമ്പോഴേ എൻ്റെ കാലിങ്ങനെ വിള്ളൽ വീഴും എപ്പോഴും. അത് പണ്ടേ ഉള്ളതാണ്. ഭയങ്കര ഹാർഡൊന്നും അല്ല കാല്, പക്ഷേ എങ്കിലും വിള്ളലിങ്ങനെ വീഴും. അത് എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. കാല് വേദനിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്താണ് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുക്കിംഗ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, മീനൊന്നും ഇല്ല. പിന്നെന്താണ്, കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. കണ്ടോ, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിക്കണം. ഇന്നലെ ഞാൻ ലച്ചൂട്ടൻ കഴുകി വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചതാണ്. എന്നിട്ട് അവൾ പോയി കിടന്ന് ഉറങ്ങി, കഴുകി വെച്ചില്ല. ഞാനും പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കഴുകിയൊക്കെ വെക്കണം. എന്തായാലും അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തിരിക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നേ. കത്തിരിക്ക കൊണ്ട് ഇനി ഒരു അഭിഷേകമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഒരു കറി വെക്കണം. അപ്പോൾ കറിയുടെ റെസിപ്പി കാണിക്കാമേ. നല്ല അടിപൊളിയാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവുമെന്ന് പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതെ, നമ്മുടെ ചോറ് അടുപ്പത്തിരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കറിയൊക്കെ ഒന്ന് വെക്കട്ടെ. ലച്ചുകൊണ്ട് ചോറുണ്ടോ? ഇന്നിപ്പോൾ കറി ഇനിയിപ്പോൾ ആവത്തില്ല. ഞാൻ ഇനിയിപ്പോൾ ചമ്മന്തി മുട്ടയും കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കൊടുത്തിടാനൊക്കെ വിചാരിക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്, കവറി ചപ്പാത്തിയാണ്. മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ലച്ചൂട്ടിന് മീൻകറി വേണ്ട, അവൾക്ക് പീനട്ട് ബട്ടർ ഇരിപ്പുണ്ട്, അത് മതി. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ പെഡിക്യൂർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് റെഡിയാക്കണം. ഭയങ്കരമായ മടി, എന്താണെന്ന് അറിയത്തില്ല. ഭയങ്കരമായ മടി. രാവിലെ എഴുന്നേക്കാൻ വയ്യ. നല്ല തണുപ്പ്, നല്ല മൂടി പൊത്തി കിടന്നുറങ്ങാനായിട്ട് നല്ല സുഖം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കറിക്കുള്ള കത്തിരിക്കയല്ല കേട്ടോ, വഴുതനങ്ങയാണ്. കത്തിരിക്ക എന്ന് പറയുന്നത് മറ്റേ വയലറ്റ് കളറ് സാധനമല്ലേ. ഇത് വഴുതനങ്ങയെന്നാണ് കേട്ടോ നമ്മളവിടെ പറയുന്ന പച്ച കളറ്, ഇങ്ങനെ നീളനെയുള്ളത്. അപ്പോൾ അത് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് എന്തായാലും നന്നൊരു അടിപൊളി, സാധാരണ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കറി അല്ലെങ്കിൽ തീയൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്കും ചേട്ടനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അടിപൊളിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, കാരണം അത്ര കിഡുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വഴുതനങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റിലത്തെ വഴുതനങ്ങ എടുത്തപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് 2-3 പുഴു ഞാനിങ്ങനെ ഓപ്പറേഷൻ ചെയ്ത കണക്കിന് ഇങ്ങനെ കട്ടായി അങ്ങ് പോയി. അത് അപ്പോഴും ഞാൻ കളഞ്ഞ് ആ കത്തിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ അരിഞ്ഞൊക്കെ എടുത്തത്. കാരണം നമ്മൾ നാടനിലാകുമ്പോഴത്തേക്കും അവർ ജൈവവളമൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്, മറ്റേ വിഷമൊന്നും അടിക്കത്തില്ല. അപ്പോൾ എന്തായാലും പുഴുവൊക്കെ കാണും. അപ്പോൾ അത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 2-3 സവാള വേണം. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത്രയും പിന്നെ വഴുതനങ്ങ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3 സവാള ഒന്ന് സെറ്റാക്കി അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം. മറ്റേ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ നീളനെ അങ്ങ് അരിഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ലച്ചൂട്ട് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ലച്ചൂട്ടിന് ഒരു 2 ചപ്പാത്തി പെട്ടെന്നൊന്ന് ചുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചപ്പാത്തിയിൽ നെയ്യ് പെട്ടുന്നൊന്നും ഇഷ്ടമല്ല. നെയ്യിൻ്റെ മണമേ അവൾക്ക് ഇഷ്ടമല്ല. നെയ്യ് ചേർന്ന സാധനങ്ങൾ അധികവും അവൾ കഴിക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം പക്ഷേ എൻ്റെ ഗൗതൂട്ടൻ വെറുതെ വേണമെങ്കിൽ നെയ്യ് കോരി കുടിക്കും കേട്ടോ, അതാണ്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടുന്ന ചപ്പാത്തിയൊക്കെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വഴുതനങ്ങ കറി വെക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക്
പിന്നെ അതിലേക്ക് കുറച്ച് ഇതുണ്ടല്ലോ, ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. കറിവേപ്പില വളരെ ക്ഷാമമാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി നല്ലൊരു കറിവേപ്പില എനിക്ക് ഇനി നട്ടുപിടിപ്പിക്കണം. ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഒരുമാതിരി മറ്റേ പുഴുകുത്തൽ വീണ കണക്ക് ആയിപ്പോയി. അത് മാറാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇങ്ങനെ മറ്റേ പുള്ളിക്കുത്തുകളുണ്ടല്ലോ, അത് വീണിട്ട് ഒരു വൃത്തികെട്ട രൂപം, അത് എടുക്കാനേ തോന്നത്തില്ല. അപ്പോൾ അതേ കടുകൊക്കെ വറുത്തിട്ട് ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് മൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അലുത്ത് വരുന്നത് വരെ ഒന്ന് വെന്ത് വരണമേ, അതാണ് എൻ്റെ ഒരു പാകം. അപ്പോൾ ലച്ചൂട്ടൻ അവിടെ റെഡിയായി പോകാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലച്ചൂട്ടിന് ചോറ് കൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്നൊന്ന് ഊറ്റി വടിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്, തിളപ്പിച്ച് ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ചമ്മന്തി അരച്ചു. പിന്നെ ഞാൻ ദേ ഒരു മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇങ്ങനെ അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ എടുക്കും. അപ്പോൾ കുറച്ച് വലുപ്പത്തിന് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതുമൊക്കെ സെറ്റാക്കി അവളുടെ ടിഫിൻ ബോക്സിലൊക്കെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് വാങ്ങിയതുണ്ട് കേട്ടോ, അതിൽ തോനെയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് മൂടി വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോവും. അതൊക്കെ പോയതിന് ശേഷം നമുക്കതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്കും നല്ല ഇപ്പം തന്നെ സവാളയൊക്കെ നല്ല അലുത്ത് ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി, പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നുമല്ല. ഇങ്ങനെ 4ആയിട്ടോ 6ആയിട്ടോ ഒക്കെ കീറി ഇങ്ങനെ അങ്ങ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് മൂടി വയ്ക്കുമ്പോഴത്തേക്കും അത് നല്ല അലുത്ത് വരുന്നത് വരെ വെന്ത് വരണമേ. അപ്പോഴത്തേക്കും എന്തെങ്കിലും ലച്ചൂട്ടം പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവൾക്കുള്ള ചോറൊക്കെ എടുത്ത് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവളതേ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ ആക്ഷൻ കാണിക്കണമൊക്കെ തോന്നിയിട്ട് ഞാനിങ്ങനെ കുറച്ച് ആക്ഷനൊക്കെ കാണിച്ചാണ് കേട്ടോ. കുറച്ച് പുതുമ എന്തോ ഒരു ഇത് അങ്ങനെ ഞാൻ വെറുതെ ഒന്നിങ്ങനെ കാണിച്ചപ്പോൾ ഇങ്ങനെ എടുത്താണ് കേട്ടോ. ഒന്നും പറയാനൊന്നുമില്ല, എങ്കിലും വെറുതെ എൻ്റെ മുഖം ഇങ്ങനെ കാണിക്കണമെന്ന് തോന്നിച്ചിട്ട് ഞാൻ എടുത്താണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിക്കൊക്കെ വെന്ത് അലുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതായി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ മുളക് പൊടി കേട്ടോ. എന്നാൽ എൻ്റെ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 3/4 സ്പൂണേ ചേർക്കുന്നുള്ളൂ. അതേപോലെ തന്നെ 3/4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഇതുണ്ടല്ലോ, ചിക്കൻ മസാല ഉണ്ടല്ലോ, ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഗരം മസാല അല്ല, നമ്മുടെ ചിക്കൻ മസാലയായിട്ട് മേടിക്കാൻ കിട്ടത്തില്ല, അതാണ് കേട്ടോ സംഭവം. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇപ്പോഴത്തെ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഞാൻ അരിഞ്ഞ് കഴുകി വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എന്നിട്ട് അരിയിൽ നിന്നെടുത്താണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് അതിൽ അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുള്ളൂ, അത് ഓർമ്മ വേണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഇത് ഇനി കിടന്ന് വേവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതായത് ഈ കഷ്ണങ്ങൾ അങ്ങ് അലിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്. അതായത് വെന്ത് വരുമ്പോഴും ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും. ഇപ്പോൾ അതേ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്തെങ്കിലും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല സ്പെഷ്യൽ സാധനമാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നല്ല അടിപൊളി തേങ്ങാപ്പാൽ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനുള്ളത്. അതും ഒരു ശകലം വെള്ളവും കൂടെ ചേർത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഈ സമയത്ത് നല്ല പച്ച കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ഇങ്ങനെ കുമുകുമുകുമാന്നും പറഞ്ഞ് വരും. പക്ഷേ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ആ ഗുമ്മിന് ഒന്ന് ചെറിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ കറിയൊക്കെ സെറ്റായി.
ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനൊരു തോരനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി, ചേട്ടന് ഫുഡ് കൊടുത്തു, ലഞ്ച് തയ്യാറാക്കി ബോക്സിനകത്താക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ കേട്ടോ. നമ്മുടെ കത്തിരിക്കയല്ലല്ലോ, വഴുതനങ്ങ കറിയും തോരനും ചോറ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി. അപ്പോൾ അതൊക്കെ സെറ്റായി. അപ്പോഴത്തേക്കും ചേട്ടൻ പുറത്ത് പോയിരിക്കുമായിരുന്നേ, കാരണം എനിക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരു ചേച്ചിയാണ് പുളി കൊണ്ട് തരുന്നത്. അപ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് വരാനായിട്ട് പോയതാണ് കേട്ടോ. പോയിട്ട് വന്നപ്പോൾ പുളിയൊക്കെ ആയിട്ട് വന്നു. അത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് ബാഗൊക്കെ എടുത്ത് കൊടുത്ത് ചേട്ടൻ പിന്നെ ഓഫീസിലേക്ക് പോയേ. പിന്നെ എനിക്കങ്ങനെ അധികം പണികളൊന്നുമില്ല, കാരണം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ തൂക്കാനും വാരാനും ഒക്കെ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ചെയ്തോളും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പെഡിക്യൂർ ചെയ്യാനായിട്ടുള്ള ആരംഭത്തിലേക്ക് ഞാൻ പോയി. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എൻ്റെ പെഡിക്യൂർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പം ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി ചെയ്യുന്നുണ്ട്. പുളിയാണ്, പുളി തീർന്നു പോയി. നമ്മൾ അരയ്ക്കുന്ന വാളംപുളി ഇല്ലേ, അത് കഴിഞ്ഞു പോയി. അപ്പം നമ്മുടെ ചേട്ടൻ്റെ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലുള്ള അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്, മറ്റേ അവിടുത്തെ സ്വീപ്പർ. അപ്പോൾ വലിയ കാര്യമാണ് കേട്ടോ, ചേച്ചി പാവമാണ്. അപ്പോൾ ആ ചേച്ചിയാണ് പുളിയൊക്കെ കൊണ്ടുവരുന്നത്, എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് തരും. ഉണക്കി ഉപ്പൊക്കെ ഇട്ട് എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് പാട്ടയിലാക്കി വെക്കുന്ന ജോലി മാത്രമേ കാണത്തുള്ളൂ. ഇന്നിപ്പോൾ വെളുത്ത പുളിയും കറുത്ത പുളിയും ഉണ്ടെന്ന് പറയുന്നു. നമുക്കൊന്ന് നോക്കാവേ. ഇത് വെളുത്തത്, ഇതിന് ഉപ്പിട്ട് കുറച്ചൊന്ന് ഉണക്കണം. ഇതവിടെ ഇരിക്കട്ടെ, കുറച്ചേ കിട്ടിയുള്ളൂ. ഇത് കറുത്തത് കേട്ടോ. ഇത് ഉപ്പൊക്കെ ഇട്ടതാണ്, കൊള്ളാം. അങ്ങനെ 2 പുളി കിട്ടി. ഇതിനി റെഡിയാക്കി എടുക്കണം. ഇതെങ്കിലും ഒന്നും കൂടെ ഉപ്പിട്ട് ഉണക്കണം, എങ്കിലേ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ കരട് വരും. അപ്പം ഇന്നിപ്പോൾ എന്തായാലും വെയിലില്ല, മഴയായിരുന്നു വെളുപ്പാങ്കാലത്തൊക്കെ. അപ്പോൾ നമുക്കിത് സെറ്റാക്കി വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുളിയൊക്കെ അവിടെ വെച്ച് പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്തൊക്കെ ഇറക്കിയിട്ട് ഞാൻ പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഞാൻ പെഡിക്യൂർ ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ പെഡിക്യൂർ എല്ലാവർക്കും ചെയ്യാനൊക്കെ അറിയാം, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഷാമ്പുവും കുറച്ച് ബേക്കിംഗ് സോഡയും നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാലൊന്ന് മുക്കി വെക്കുക കേട്ടോ. കാല് മുക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, വെള്ളത്തിന് ചൂട് കൂടുതലായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ മുക്കുന്ന കണക്ക് കാണിച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് വെള്ളം കുറച്ച് തണുത്തതിന് ശേഷമാണ് ഞാൻ കാല് മുക്കി വെച്ചത് കേട്ടോ. അതാണ് സത്യം. അപ്പോൾ ഞാൻ അതൊക്കെ കാലൊക്കെ മുക്കി ഒത്തിരി നേരം വെച്ച് ഒരു 10 മിനിറ്റോളം കാലിട്ട് ഇങ്ങനെ ഒരമ്പി ഇങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഇല്ലേ, പഴയ ബ്രഷായാലും മതി, നമ്മൾ പല്ലിയിക്കുന്ന ബ്രഷ്, അതിൽ കുറച്ചുകൂടി ഷാമ്പു ആക്കിയിട്ട് അത് വെച്ച് നമ്മുടെ കാലിൻ്റെ വിരലും നഖവും കാലിൻ്റെ പുറമൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചൊരച്ച് വൃത്തിയാക്കി എടുക്കണമേ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നമ്മൾ കാലിൽ ക്യൂടെക്സ് ഉണ്ടല്ലോ, നമ്മുടെ ക്യൂടെക്സ് കുട്ടീസ്, അതായത് നെയിൽ പോളിഷ്, ഇപ്പോഴത്തെ ആഷ്ബുഷ് ടീമിൽ പറഞ്ഞാൽ എന്താണ് നെയിൽ പോളിഷ്, ആ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രഷൊക്കെ വെച്ച് കാലൊക്കെ ഉരച്ച് നല്ല അടിപൊളിയാക്കിയതിന് ശേഷം നമ്മൾ അതേ വെള്ളത്തിൽ തന്നെ ഒന്ന് കാല് കഴുകും കേട്ടോ. വെള്ളം അധികം തണുത്തൊന്നും പോയിട്ടില്ല. എന്നിട്ട് നമ്മുടെ പ്യൂമിക് സ്റ്റോൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട്, ഇത് നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ കുറേ വർഷമായിട്ട് വാങ്ങിച്ചതാണ്. ഇതിനൊരു പിടി ഉണ്ടായിരുന്നു, പിടി തറയെ വീണ് ഒടിഞ്ഞു പോയി. ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മുള്ള് കണക്കിന് നല്ല എന്താ പറയുന്ന ഒരു പാറക്കല്ലിൻ്റെ എഫക്റ്റാണ്. ഇപ്പുറത്തെ സൈഡ് കുറച്ചുകൂടെ സോഫ്റ്റും എന്നാൽ ചെറിയൊരു ഇതുകൊണ്ട് ആ സൈഡ് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ പുറം ഭാഗം തേക്കാനുള്ളതും ആ നല്ല മുള്ള് കണക്കിരിക്കുന്ന ഭാഗം വെച്ച് കാലിൻ്റെ ഉപ്പൂറ്റി കാലിനകമൊക്കെ തേച്ച് ഉരച്ച് കഴുകാനുള്ളതാണ് കേട്ടോ. ഇതാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിനകത്ത് നമ്മൾ ടോയ്ലറ്റിനകത്ത് നമുക്ക് കാലൊന്നും ഉരച്ച് കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ പുറത്ത് വെച്ചിട്ട് പാറക്കല്ലിൽ ഉരച്ച് അങ്ങനെയൊക്കെ കഴുകുകയൊക്കെ ചെയ്യും. എൻ്റെ കാലിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിള്ളൽ വീഴും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള കാലാണ് എൻ്റെ കാല്. എന്നിട്ട് അതൊക്കെ ഉരച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതേ വെള്ളത്തിൽ തന്നെ കാലൊക്കെ കഴുകിയതിന് ശേഷം ഇനി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ പോവുകയാണേ. സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാരയും കോഫി പൗഡറും നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ പിഴിഞ്ഞ നാരങ്ങയുണ്ടല്ലോ, അതിൻ്റെ തൊണ്ടും കൂടെ ഉപയോഗിച്ചിട്ട് കാല് നന്നായിട്ടൊന്ന് ഉരയ്ക്കണമേ. കാല് അധികം നോവാനൊന്നും പാടില്ല. അവസാനം കാല് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഉരച്ച് കഴുകി അത് മൊത്തം തൊലിഞ്ഞ് പോയി
എന്ന് പറയരുത്. അതുകൊണ്ട് അത്രയും വലുതായിട്ടൊന്നും ഉരയ്ക്കേണ്ട, എങ്കിലും കുറച്ച് സോഫ്റ്റായിട്ട് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് ഇതായിട്ട് ഉരയ്ക്കണം. കാരണം ഈ പഞ്ചസാരയ്ക്കൊക്കെ അത്യാവശ്യം തരിയുള്ള പഞ്ചസാരയാണേ. അപ്പോൾ കാല് മുറിഞ്ഞാൽ ഒരു സുഖവും കാണത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് ഉരച്ചതിന് ശേഷം നമ്മൾ ഈ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ടാനൊക്കെ കുറച്ച് റിമൂവ് ആവും കേട്ടോ. എൻ്റെ കാലിനൊക്കെ അത്യാവശ്യം നല്ല ടാനുണ്ട്. എനിക്ക് നല്ലൊരു ചെരുപ്പ് മേടിക്കണം. എൻ്റെ ചെരുപ്പ് 2 ഉള്ളത് 2 പൊട്ടിപ്പോയി. ഇനി നല്ലൊരു ഇത് മേടിക്കണം. കാരണം വെയിലൊക്കെ അടിക്കുമ്പോൾ കാലൊക്കെ ഒരുമാതിരി വൃത്തിയിട്ട പല കളറിലൊക്കെ ഇരിക്കുന്നു. എൻ്റെ കൈയും കുഴപ്പമാണ്, അതും ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കാല് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടോ. ഞാൻ വെള്ളം മാറ്റിയേ. ഇപ്പം നല്ല പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് പാക്ക് ഇടാനായിട്ട് പോകാം കേട്ടോ. പാക്ക് ഇടുന്നത് ഞാൻ കുറച്ച് കടലമാവിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതാണ് കേട്ടോ കാലിലേക്ക് തേച്ചെടുക്കുന്നത്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്, വലിയ സ്റ്റൈലൊന്നും കാണിക്കുന്നില്ല. കൈ കൊണ്ട് തന്നെയാണ് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് എന്താണ് ഫാഷനൊക്കെ കാണിച്ച് നമുക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്ത് ഇടാം. പക്ഷേ ഇന്ന് എനിക്ക് അത്രയും ഫാഷൻ കാണിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ തനിക്കുണം കാണിക്കുകയാണ്. കാലിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാലിൽ അതായത് ഒരു റിലാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫേസിലായിരുന്നാലും നമ്മൾ കുറേ നേരം ഇങ്ങനെ മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്റ്റ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. പാക്ക് അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ വെള്ളത്തിൽ നന്നായിട്ട് കാല് ഉരച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. കാരണം ഇത് ഉണങ്ങി ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പരുവത്തിലാവത്തില്ല ഈ പാക്ക്, കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കാല് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇപ്പോൾ തന്നെ അതേ കണ്ടോ, എൻ്റെ കാലിലെ ടാനൊക്കെ ഏകദേശം ഒന്ന് റിമൂവ് ആയിട്ട് കുറച്ചൊരു വെളുത്ത പോലെയൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊരു ടവൽ ഉപയോഗിച്ച് തുടച്ചിട്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി അതിലേക്കൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ പുരട്ടി കഴിഞ്ഞാൽ ഫിനിഷ്. ഇത്രയേ ഉള്ളൂ എൻ്റെ പെഡിക്യൂർ. അപ്പോൾ നമുക്ക് 2 ആഴ്ചയിൽ കൂടുമ്പോഴൊക്കെ ഒരു ദിവസം ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ പാർലറിൽ പോയി തന്നെ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എന്നെപ്പോലെ മടി പിടിച്ചവർക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മടി മാറ്റി വെച്ചിട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. എൻ്റെ കാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ, പെഡിക്യൂറൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷവുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.